രവിയുടെ വിവാദ ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ KPCC അച്ചടക്ക സമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. പ്രവീണ, പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാക്കിയ അല്ലെങ്കിൽ ഒരു പരിധിവരെ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒന്നായിരുന്നു പാലോട് രവിയുടെ പുറത്തു വന്ന ശബ്ദരേഖ, ഫോൺ സംഭാഷണം. ഇപ്പോൾ ഒരു അച്ചടക്ക സമിതി അന്വേഷണത്തിന് കൂടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു KPCC. എങ്ങനെയാണ് വിവരങ്ങൾ? KPCC അച്ചടക്ക സമിതി ചെയർമാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനാണ് ഇപ്പോൾ വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലോട് രവിയുടെ ചോർന്ന ഈ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എന്തൊക്കെയാണ് അന്വേഷണ പരിധിയിൽ വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനം നൽകിയിട്ടില്ല. എന്നാൽ പോലും പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് തമ്മിൽ നടത്തി, അതായത് പാലോട് രവിയുമായി സംസാരിച്ച വ്യക്തി, അദ്ദേഹവും ഇപ്പോൾ അന്വേഷണം നടപടി നേരിട്ട് നിൽക്കുന്ന ഒരാളാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ അടക്കം മൊഴിയെടുക്കും. അതിനുശേഷം അദ്ദേഹം തന്നെ ഉന്നയിച്ച ഗൂഢാലോചന വാദത്തിൽ ഉൾപ്പെട്ട ഓരോരുത്തരുടെയും മൊഴിയെടുക്കും. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ അന്വേഷണം തുടങ്ങി. അതിലും ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായുള്ള അച്ചടക്ക സമിതിയാണ് ഈ വിഷയം അന്വേഷിക്കുക. പ്രവീണ, ഇപ്പോൾ ഈ പാലോട് രവി എപ്പോഴും പറഞ്ഞത് താൻ സതുദ്ദേശത്തോടെ നടത്തിയ ഫോൺ സംഭാഷണമായിരുന്നു അത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ അന്വേഷണ സമിതി വരുമ്പോൾ, അച്ചടക്ക സമിതി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും അന്വേഷണ പരിധിയിൽ വരിക? എന്തുകൊണ്ടാണ് പാലോട് രവി ഇത്തരമൊരു സംഭാഷണത്തിന് മുതിർന്നത്? ഇനിയിപ്പോൾ താഴെത്തട്ടിലുള്ള അണികളെ പ്രവർത്തനോന്മുഖമാക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചത് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കും. പിന്നെ ഈ ഫോൺ സംഭാഷണം എങ്ങനെ ചോർന്നു? കാരണം പാലോട് രവിയോ ഈ സംസാരിച്ച ജലീലോ അറിയാതെ ഈ ഫോൺ സംഭാഷണം മൂന്നാമതൊരാൾക്ക് കിട്ടുകയില്ല. അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് രണ്ടാമത് അന്വേഷിക്കുക. മൂന്നാമത്തെ കാര്യം അന്വേഷിക്കുക, ഈ ചോർന്നതിൽ ഗൂഢാലോചന ആരോപിക്കുന്നുണ്ട്. ആ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രാദേശിക തലത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമോ അല്ലെങ്കിൽ നേതാക്കൾക്കൊപ്പമുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ എന്നതും അന്വേഷിക്കും. അതിനോടൊപ്പം തന്നെ പാലോട് രവി പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് പല പഞ്ചായത്തുകളിലും ഭരണം നഷ്ടമാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പഞ്ചായത്തുകളിലൊക്കെ തന്നെ DCC ചുമതല നൽകിയിട്ടുള്ള മുതിർന്ന നേതാക്കളുണ്ട്. അവരുടെ പ്രവീണ, കാരണം ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളായിരുന്നു ആ ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നതും. ഇപ്പോൾ ഈ വിഷയത്തിൽ പാലോട് രവിയുടെ ഫോൺ സംഭാഷണത്തിൽ അച്ചടക്ക സമിതി അന്വേഷണം വരികയാണ്. PR പ്രവീണാണ് വിവരങ്ങൾ നൽകി.